എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേഷാണ്, കുമളിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ MA ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെ ഇന്ത്യാഗ്രോ പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തത്. അതിൽ നമ്മൾ ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ നമ്മൾ ഇന്ത്യാഗ്രോ പ്രോഡക്റ്റിനെ കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും ചർച്ച ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യാഗ്രോ പ്രോഡക്റ്റിലെ ആദ്യം നമ്മൾ എന്താണ് മണ്ണ് സംരക്ഷിക്കുന്നതിനും മണ്ണിലെ കീടങ്ങളെ ഇല്ലാതാക്കി മണ്ണിന് ആവശ്യമുള്ള കീടങ്ങളെ നിലനിർത്തുന്ന ഭൂവസ്ത്രയെക്കുറിച്ച് പറഞ്ഞു, ഭൂവസ്ത്ര സൂപ്പറിനെ കുറിച്ചു. അതിനോടൊപ്പം നമ്മൾ അതിനോട് ഉപയോഗിക്കുന്ന ഗ്രോമാജിക് അഡ്വാൻസിനെ കുറിച്ച് ചർച്ച ചെയ്തു. എല്ലാ ലിക്വിഡ് ഫോമിലുള്ള ഐറ്റംസിന് കൂടെ യൂസ് ചെയ്യേണ്ട സ്റ്റിക്കറായും സ്പ്രെഡറായൊക്കെ ഉപയോഗിക്കുന്ന MA സ്പ്രേ പ്ലസിനെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യാഗ്രോ പ്രോഡക്റ്റിൽ മറ്റൊരു മഹത്തരമായ ഒരു പ്രോഡക്റ്റാണ് MA വീർ. MA വീറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ണിനെ ശുദ്ധീകരിച്ചു, മണ്ണിനെ ഫലവത്താക്കി നിലനിർത്തി ഭൂവസ്ത്ര കൊണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന കീടങ്ങളെ ഇല്ലാതാക്കണ്ടേ, പ്രാണികളെ ഇല്ലാതാക്കണ്ടേ? ആ പ്രാണികളെയും കീടങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ MA വീർ ഉപയോഗിക്കുന്നു. MA വീർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്പ്രേയിൽ എല്ലാത്തരം പ്രാണികളുടെയും നിയന്ത്രണത്തിന് ഒരു സ്പ്രേ മതി, ഒറ്റ സ്പ്രേ മതി. എല്ലാ കീടങ്ങളും ഇല്ല, അങ്ങനെ തന്നെ തീർത്ത് പറയാൻ പറ്റും. നമ്മൾ ഒറ്റ സ്പ്രേയിൽ എല്ലാ കീടങ്ങളും ഇല്ല എന്ന് തന്നെ തീർത്ത് പറയാൻ പറ്റും. അത്രയ്ക്ക് പവർഫുൾ പ്രോഡക്റ്റാണ് MA വീർ. ഇത് എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഈ MA വീർ എന്താണ് ചെയ്യുന്നത്? സത്ത് വലിച്ചെടുക്കുന്ന ചവയ്ക്കുന്നതുമായ തരത്തിലുള്ള വായുഭാഗമുള്ളതുമായ കീടങ്ങളുടെ കൂട്ടം, അതായത് ലാർവ, ഈ ലാർവ അങ്ങനെയുള്ളതിനെ മൂലമുണ്ടാകുന്ന വിളനാശം കുറയ്ക്കുന്നതിനുള്ള പുതുമയുള്ള ജൈവ പരിഹാരമാണ് നമ്മുടെ MA വീർ. നമ്മുടെ MA വീറും അതുപോലെ ഇന്ത്യാഗ്രോയുടെ പ്രോഡക്റ്റിലെ എല്ലാ ലിക്വിഡ് ഫോമിൽ നമ്മൾ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ തരം ഉപയോഗിക്കുന്ന ഈ ഐറ്റംസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ വായുഭാഗമുള്ള കീടങ്ങളെയും പ്രാണികളെയൊക്കെ നശിപ്പിക്കുന്നത്, ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ MA വീർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യമിടുന്ന കീടത്തിൻ്റെ നാഡീവ്യവസ്ഥയെ ആക്രമിക്കുമെന്ന്, അതിൻ്റെ നാഡീവ്യൂഹത്തിനെ മൊത്തം ആക്രമിക്കുവാണ്. അപ്പോൾ അതിനൊരു തളർച്ച ഉണ്ടാവും, മനസ്സിലായോ? കീടത്തിൻ്റെ പേശികളുടെയും പ്രവർത്തനം താറുമാറാക്കുന്നു, തീറ്റയെടുക്കാൻ സാധിക്കാതെ വരുന്നു, മുഴുവൻ ശരീരവും സ്തംഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കീടങ്ങളുടെ പ്രതിരോധ ശൃംഖലയിൽ പ്രതിരോധ ബ്ലോക്കുകൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഹാനികരമായ കീടങ്ങൾക്കെതിരെ ഗണ്യമായ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു പവർഫുൾ പ്രോഡക്റ്റാണ് ഇന്ത്യാഗ്രോ പ്രോഡക്റ്റ്. ഇന്ത്യാഗ്രോയുടെ പ്രോഡക്റ്റിൻ്റെ MA വീർ. അപ്പം നമുക്ക് ഹാനികരമായ കീടങ്ങൾക്കെതിരെ ഗണ്യമായി പ്രതിരോധ ശൃംഖല പോലെ സൃഷ്ടിച്ച് വയ്ക്കുന്നു നമ്മുടെ MA വീർ. MA വീർ എന്ന് പറഞ്ഞാൽ വളരെ വലിയ പവർഫുൾ പ്രോഡക്റ്റാണ്. ഇത് നമുക്ക് അനുഭവത്തിൽ നിന്ന് പറയുവാണ്. എൻ്റെ കർഷക സുഹൃത്തുക്കളെല്ലാവരും ഇതിനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായങ്ങളാണ് വരുന്നത്. എനിക്ക് തന്നെ അതിശയം പോയി, അത്രയ്ക്ക് നല്ല അഭിപ്രായമാണിത്. ഇത് ചെറുതും വലുതുമായ കൃഷിയിടങ്ങളിൽ നമുക്ക് സമൃദ്ധമായ വിളവെടുപ്പ് നടത്തുവാൻ MA വീർ സഹായിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കീടബാധയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മൾ MA വീർ ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗസും കാര്യങ്ങളൊക്കെ ആയി ചെടിയെ പൂർണ്ണമായി വ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഭൂവസ്ത്ര സൂപ്പർ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞില്ല, കൃഷിക്ക് യോഗ്യമായി തയ്യാറാക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന കാര്യവും കൃഷിയിടം തയ്യാറാക്കി ചെടി നട്ടതിന് ശേഷം പ്രയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതേമാതിരി തന്നെ കൃഷി സ്ഥലത്ത് കൃഷി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ സ്റ്റാർട്ടപ്പായിട്ട് MA വീർ പ്രയോഗിക്കുന്നത് വളരെ അത്യുത്തമമായിരിക്കും. അവൻ നമുക്ക് ഈ രോഗം വരുന്നതിന് മുമ്പ് ചികിത്സിക്കുന്നതാണ് നല്ലത്. അത് എപ്പം മനുഷ്യനായാലും മൃഗങ്ങൾക്കാർക്കും സസ്യങ്ങൾക്കാർക്കും എല്ലാം ഒരുപോലെ തന്നെ. അപ്പോൾ നമ്മുടെ MA ലൈഫ് സ്റ്റൈലിലെ വെൽനെസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെയാണ് നമ്മുടെ ഇന്ത്യാഗ്രോ പ്രോഡക്റ്റ്. നമ്മൾ കൃഷി സ്ഥലങ്ങളിൽ ആദ്യം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വലിയ റിസൾട്ട് ഉണ്ടാകും, നമുക്ക് നല്ല കായ്ഫലം ഉണ്ടാകും. എന്തിനാണ് നമ്മൾ രോഗത്തിലേക്ക് തള്ളിവിടുന്നത്? അപ്പം നമ്മൾ ആദ്യം തന്നെ കൃഷിയിടത്ത് ഉപയോഗിക്കണം. കാരണം ഇത് നമ്മൾ രോഗം വന്നതിന് ശേഷം ചെയ്ത് കഴിഞ്ഞ് കൂടുതൽ സമയം നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 10-15 ദിവസത്തിന് ഇടവിട്ട് ഇത് ഉപയോഗിക്കണം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഐറ്റംസിനെ കുറിച്ച് നോക്കാം. ഇതിനകത്തുള്ളത് നീം ഓയിലാണ്. 20% നീം ഓയിൽ, ഏകദേശം 20% നീം ഓയിലുണ്ട്. ഗാർലിക് ഓയിൽ 5% ഉണ്ട്. ഫിഷ് ഓയിൽ 5%, കറഞ്ചി ഓയിൽ 10%, ക്യാപ്സിക്കം ഓയിൽ 2.5 ml പിന്നെ ശതമാനമുണ്ട്. മൊസ്റ്റാർഡ് ഓയിൽ അത് 10% ഉണ്ട്. എസ്ക്ലീപ്പിറ്റ്സസ് ഓയിൽ 10% ഉണ്ട്. സിയാമോൺ ഓയിൽ
സിനമൺ ഓയിൽ 10% ഉണ്ട്. പെപ്പർമിൻറ്റ് ഓയിൽ 2.5 ഉണ്ട്. കർപ്പൂര ഓയിൽ, ഈ കർപ്പൂരത്തിൻ്റെ ഓയിൽ അത് 2.5% ഉണ്ട്. സീസം ഓയിൽ 5%, എംസുലേഫർ 12.5 ml, ഡറ്റോറ ഓയിൽ 5%. ഇതെല്ലാം നിങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. ഇതെല്ലാം നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതായിരിക്കും. ഇനി ഫിഷിൻ്റെ ഓയിലും ഒക്കെ, അതുപോലെ ഗാർലിക്ക്, ക്യാപ്സിക്കം, സിനമൺ, ഇതൊക്കെ നിങ്ങൾ കേട്ട് പരിചയമില്ലേ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ആർക്കെങ്കിലും മനുഷ്യന് എന്തെങ്കിലും ദൂഷ്യമുള്ളതാണത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഇന്ത്യ അഗ്രോയുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമുക്ക് മനുഷ്യ ശരീരത്തിന് ഉള്ളിൽ പോയെന്നും പറഞ്ഞ് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ത്യ അഗ്രോ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ മാസ്കോ ഗ്ലൗസോ ഉപയോഗിക്കണമെന്ന് നിർബന്ധം പറയുന്നില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. പച്ചക്കറികളൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കുക, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇന്ത്യ അഗ്രോ പ്രോഡക്റ്റ് എല്ലാം തന്നെ മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ മാസ്കോ ഗ്ലൗസോ ഒന്നും ഉപയോഗിക്കാതെ പോകാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം തന്നെ ഇതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ അഗ്രോ പ്രോഡക്റ്റ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൃക്ഷ ആയുർവേദത്തിൽ ശൃംഖലയപ്പെടുന്നതാണ്. വീറിൻ്റെ ഉപയോഗത്തിൽ ലാർവ, മുഞ്ഞ, ഇലപ്പേനുകൾ, ചാഴി, അതുപോലെ വെള്ളീച്ച, ചെള്ള്, ഇലചുരുട്ടി പുഴുക്കൾ ഇവയെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കുന്നു. കൂടാതെ നമുക്ക് വീറിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കൃഷി സ്ഥലത്ത് മാത്രമല്ല ഉപയോഗിക്കുന്നത്, നമുക്ക് സിറ്റികളിലൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. വലിയ വലിയ സിറ്റികളിൽ, ചെന്നൈയിലൊക്കെ നമ്മുടെ ഈ സാധനം ഭയങ്കര ചിലവാണ്. അവിടെ കൃഷി സ്ഥലത്തേക്കല്ല സത്യത്തിൽ ഇത് മേടിച്ചുകൊണ്ട് പോകുന്നത്. എന്തിനാണെന്നറിയാം, നമ്മുടെ വീടിനുള്ളിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ കൂടാതെ നമ്മുടെ ഈ തടി ഫർണിച്ചറുകൾ, പഴയ വലിയ മരങ്ങളുടെയൊക്കെ ചിതലിൻ്റെ ശല്യമില്ല, ആ ചിതലിൻ്റെ ശല്യം ഇല്ലാതാക്കാൻ പറ്റുന്നു. ഈച്ചകൾ, കൊതുകുകൾ, പാറ്റ, മൂട്ടകൾ, എലികൾ എന്നിവയെല്ലാം എതിരെ പ്രവർത്തിക്കുന്നു. വീടിനുള്ളിൽ നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ പശുവിൻ്റെ തൊഴുത്തിലുണ്ടാകുന്ന പ്രശ്ന പരിഹാരത്തിന് ഉപയോഗിക്കാം. അതുപോലെ ചേര, പാമ്പ് എന്നിവ വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ തലയിലുള്ള പേനുണ്ടല്ലോ, തലയിലെ പേൻ ഇല്ലാതാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിനുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തുള്ളി നമ്മുടെ വീർ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഷാമ്പു ഉണ്ടല്ലോ, ഷാമ്പുവിൽ ചേർത്ത് ഉപയോഗിച്ചാൽ മതി. ഷാമ്പു ചേർത്ത് ഒരു 5-10 മിനിറ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഷാമ്പു എങ്ങനെ വാഷ് ചെയ്ത് കളയുന്നു അതേ രീതി വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പേൻ്റെ ശല്യം ഇല്ലാതാകും. ചുരുക്കത്തിൽ വീർ ഒരൊറ്റ സ്പ്രേ എല്ലാ കിടങ്ങളും പോയി. അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. വീർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്പ്രേയിൽ എല്ലാ കീടങ്ങളും ഇല്ലാതാക്കാൻ പറ്റും. കൃഷി സ്ഥലത്ത് ഉപയോഗിക്കാം, നമ്മുടെ വീട്ടിലുള്ള ആവശ്യത്തിന് ഉപയോഗിക്കാം, പശുത്തൊഴുത്തിൽ ഉപയോഗിക്കാം, നമുക്ക് നമ്മുടെ ഫർണിച്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. എല്ലാത്തിനും ഒരു സംരക്ഷണ വലയമാണ് വീർ എന്ന് പറഞ്ഞത്. ഇത് മനുഷ്യ ശരീരത്തിനുള്ളിൽ പോയി നമ്മൾ യാതൊരു പ്രശ്നവുമില്ല. എല്ലാം നിങ്ങളുടെ വീട്ടുവളപ്പിലുള്ള പച്ചക്കറി തോട്ടത്തിലെല്ലാം ഇത് ഉപയോഗിക്കാം, യാതൊരു ദൂഷ്യങ്ങളില്ല. അപ്പം ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞത് നമ്മൾ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു 250 ml ആണ് ഇതൊരു ബോട്ടിൽ. ഈ ഒരു ബോട്ടിൽ 250 ml നമുക്ക് 1 ഏക്കറിലേക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വില ആദ്യം തന്നെ പറഞ്ഞു, 2650 രൂപയാണ് വില. ഈ 2650 രൂപയുടെ സാധനം നമുക്ക് 1 ഏക്കറിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ കീടങ്ങളും ഇല്ലാതാക്കുന്നു, ഒരൊറ്റ സ്പ്രേയിൽ എല്ലാ കീടങ്ങളും ഇല്ലാതാക്കുന്നു. നല്ല ഗുഡ് പ്രോഡക്റ്റാണ്. നമ്മുടെ കർഷക സുഹൃത്തുക്കളോട് ഒക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ഈ തമിഴ്നാട്ടിലും നമ്മുടെ ഇടുക്കി മേഖലയിലുമൊക്കെ ഏലത്തിനും അതുപോലെ തമിഴ്നാട്ടിലെ എല്ലാ കൃഷിക്കും, പ്രത്യേകിച്ച് പച്ചക്കറി കൃഷികൾക്കും പൂക്കളുടെ കൃഷികൾക്കും എല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് വീർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീറിനോടൊപ്പം നമുക്ക് സ്പ്രേ പ്ലസും കൂടെ യൂസ് ചെയ്യണം. കാരണം ഇത് നമ്മൾ ചെടിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതിനും പറ്റിപ്പിടിച്ച് അതിൻ്റെ വേണ്ട രീതിയിലുള്ള ഫലം നൽകുന്നതിന് സ്പ്രേ പ്ലസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ സ്പ്രേ പ്ലസ് നമ്മൾ 0.33 ml 1 ലിറ്ററിന് വേണ്ടി ആ ഒരു റേഷ്യോയിൽ നമ്മൾ വീറിനോടൊപ്പം വീർ എന്ന് പറഞ്ഞാൽ 1 ml 2 ml ആണ് 1 ലിറ്ററിന് ഉപയോഗിക്കുന്നത്. മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 1 ഏക്കറിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണം, വീർ 250 ml ഒരു ബോട്ടിലും അതിനോടൊപ്പം തന്നെ നമുക്ക് സ്പ്രേ പ്ലസ് കൂടെ ചേർത്ത് നമുക്ക് കൃഷി സ്ഥലങ്ങൾ ഉപയോഗിച്ചാൽ ബെറ്റർ റിസൾട്ടാണ്. നിങ്ങളുടെ ഉപയോഗം, നിങ്ങളുടെ ജോലി ഭാരവും കുറവാണ്. നമ്മൾ വേറെ ഇഷ്ടംപോലെ മരുന്നുകൾ, കെമിക്കലുകളൊക്കെ മേടിച്ച് നമ്മൾ 2, 3, 4 പ്രാവശ്യമൊക്കെ പ്രയോഗിക്കുന്നതിന് പകരം ഒരൊറ്റ പ്രാവശ്യം
പ്രയോഗിക്കുമ്പോൾ തന്നെ റിസൾട്ട് ഉണ്ടാകും. 10-15 ദിവസത്തിന് ഇടവിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. കൂടുതലായിട്ട് ഫംഗസും കാര്യങ്ങളൊക്കെ വലിയ ചെടികളൊക്കെ ആക്രമിച്ച് കഴിഞ്ഞെങ്കിൽ നമ്മളൊരു 10 ദിവസം ഇടവിട്ട് ഒരു 3-4 പ്രാവശ്യമെങ്കിലും ടേൺ 3-4 ടേണെങ്കിലും നമ്മൾ ചെയ്തെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കണം, കൃഷി ഇടങ്ങളിൽ ആദ്യം തന്നെ നമ്മളത് പ്രയോഗിച്ച് കഴിഞ്ഞ് നമ്മുടെ ഏരിയയിലേക്ക് മറ്റുള്ള കീടങ്ങളും കൃമികളും ഒന്നും വരാതെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. തൊട്ടടുത്തുള്ള തോട്ടത്തിൽ നിന്നൊക്കെ ആ കീടങ്ങൾ നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി മുൻകരുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ കുമളി ഏരിയ, തമിഴ്നാട് ഏരിയയും കേന്ദ്രീകരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അടുത്ത പ്രോഡക്റ്റുമായി കാണാം. ഇന്നേക്ക് നന്ദി, നമസ്കാരം. ജയ് MA ലൈഫ്, ജയ് മൈ ലൈഫ്.